ഈ വിവരമില്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് കണ്ടില്ലേ, ഗണപതിയുടെ ഒരു പ്രതിമയായിട്ട് അവിടെ എന്തോ ആഘോഷമാണ്. അപ്പം ആ പ്രതിമയായിട്ട് പോയപ്പം പ്രതിമ ക്രെയിനിൽ നിന്ന് പൊട്ടി താഴെ വീണ്. അത് മറിഞ്ഞ് താഴെ പോയിന് ക്രെയിൻ ഡ്രൈവറുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു ഡ്രൈവറെയും ക്ലീനറെയും എടുത്തിട്ട് ഉമ്മാർ തല്ലുക. ആ വണ്ടിയും തല്ലി പൊട്ടിച്ചു. ക്രെയിൻ്റെ ഗ്ലാസ് മുഴുവൻ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഉമ്മാരെല്ലാം. ഇത്ര വിവരമില്ലാത്തവന്മാരെ സമ്മതിക്കണം. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു ഉമ്മാരെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതുപോലുമില്ല. ഈ കാണിക്കുന്ന കണ്ടില്ലേ, അത് അവന്മാരുടെ ആൾക്കാർ തന്നെയാണ് അവന്മാരെ തന്നെ തല്ലുന്നത്. പാവം ക്രെയിൻ ഡ്രൈവറിൻ്റെ അവസ്ഥയും ക്ലീനറുടെയും. ഇനി അവന്മാരും ജീവിതത്തിൽ ഇനി ഇതുപോലുള്ള പരിപാടിക്ക് വരത്തില്ല. എന്തായാലും കണ്ടു നോക്കുമ്പോൾ അറിയാം, അവസാനം വരെ തല്ലി നശിപ്പിക്കുക ആ ക്രെയിനിൻ്റെ വണ്ടിയെ. ഇത്ര വിവരം കേട്ടവന്മാർ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോക്കേ. അവന്മാർക്ക് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? അത് വെറും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഗണപതി ഒന്ന് ഇറങ്ങി വന്നാലുള്ള അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയ ഉമ്മാരുടെ. ഇത്ര വിവരം കേട്ടവന്മാർ.